ാണ് അത്തരത്തിലാണ് ആ നാടകം ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. എഴുതി ഒപ്പിട്ട് തന്ന സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഒരു മാറ്റവും വരുത്താതെ ബാക്കിയുള്ള ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ ആ സ്ക്രിപ്റ്റിൻ്റെ മേലെ അഭിനയിക്കുന്ന സമയത്തുണ്ടാക്കിയ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെയാണ് ഇത് മുഴുവൻ മാറ്റിമറിച്ചത്. അത്തരത്തിൽ നാടകം അവതരിപ്പിക്കുന്ന അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ പണ്ട് പലരും സംസാരിക്കുമ്പോൾ പറയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയത് KPSC നാടകങ്ങളാണെന്ന് പറയും. പക്ഷെ അങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് സംശയം. കാര്യം എന്താ വെച്ചാൽ KPSC നാടകം ആ നാടകം എഴുതിയതും നാടകം കൊണ്ടുവന്നതും നാടകം അഭിനയിച്ചതും മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ പിന്നെ അവരെ വളർത്തിയത് അതെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി അത് ആ നാടകം അന്നത്തെ ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് അവതരിപ്പിച്ച ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ മുൻപരിൽ നിൽക്കുന്നത്. അദ്ദേഹമാണ്. ഞാൻ കേട്ടിട്ടുള്ളത് മറ്റേ തോപ്പിൽ ബാസി ഒരിക്കൽ ഇലക്ഷൻ നിൽക്കുന്നുണ്ടായി. ആ ഇലക്ഷൻ നിന്ന സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വന്ന് അദ്ദേഹത്തിനെതിരായി സംസാരിച്ചു ഉത്തരവിടെ വന്നിട്ട്. എന്നിട്ടും ജനം തിരഞ്ഞെടുത്തത് തോപ്പിൽ ബാസിയാണ്.